ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ രാവിലത്തെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പാലുണ്ട്, പക്ഷെ പഞ്ചസാര തീരെ ഇല്ല. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര മേടിക്കാൻ പോകണം. ഇവിടെയുള്ള വണ്ടിക്കാണെങ്കിൽ പെട്രോളില്ല, അതുകൊണ്ട് നമ്മൾ നടന്ന് പഞ്ചസാര മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന വണ്ടിയുണ്ടോ, ആ വണ്ടിയിൽ 3 കിലോ തക്കാളിക്ക് വെറും 30 രൂപ, ഒരു തക്കാളി 10 രൂപ എന്നുള്ള രീതിയിലാണ്. സോ ഇവിടുത്തെ വെയിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ണാണെങ്കിൽ. സോ എന്തായാലും നമ്മൾ പോട്ടെ. നമ്മളങ്ങനെ മുട്ടയും പഞ്ചസാരയും മേടിച്ചിട്ടുണ്ട്. സോ പഞ്ചസാര വെച്ച് നമുക്ക് കാപ്പി ഉണ്ടാക്കാം. മഞ്ഞത്തെ മുട്ട ഉപയോഗിച്ച് നമുക്ക് ലഞ്ചിനാലും എന്തെങ്കിലും സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളങ്ങനെ കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. സോ നമുക്ക് ഉച്ചക്കലത്തെ ലഞ്ച് സെറ്റ് ചെയ്യണം. സോ ലഞ്ച് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഫ്രൈഡ് റൈസ് നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കണം. എഗ് റൈസ് ആയിട്ടല്ല. വെജിറ്റബിൾസ്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ നമ്മൾ സവാള റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുട്ടയുണ്ട്, അരി റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് സെറ്റ് ചെയ്യണം. സോ എന്തായാലും സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് സർക്കാർ പടം ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സോ സർക്കാർ പടം കണ്ടോ നോക്കട്ടെ. ഗൈസ്, അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സർക്കാർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിരുന്നു. സോ കണ്ടിട്ടുണ്ടായില്ല, അതാണ് ജസ്റ്റ് ഒന്ന് കണ്ടു. സോ കണ്ടതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ വെയിൽ കുറച്ച് നല്ലോണം കുറഞ്ഞിട്ടുള്ളത്. സോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ടെറസ് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തെ ഹൗസ് ഓണർ ആൻറ്റി പറഞ്ഞു ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി ഇടാൻ. സോ 2-3 ദിവസമായി പറയണം. സോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. സോ എന്തായാലും ഞാൻ അത് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കാൻ പോയതിൻ്റെ കുറച്ച് ക്ലിപ്പ് ഉണ്ട്. സോ അത് കണ്ടിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഡിന്നർ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. സോ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, സുഭാഷ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ പുറത്ത് ഇഡ്ഡലി ദോശ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. സോ അവന്മാരൊക്കെ ഓൾറെഡി പോയി. സോ നമ്മൾ കുളിച്ച് വരാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനും അബിയും കൂടി പോവുകയാണ്. ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചാൽ കേട്ടോ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഒരു ഇല പോലെ ഇല്ലാത്ത പോലെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സെറ്റായിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഏരിയ ഫുള്ള് ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. സോ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ജിമ്മിൽ പോകണം. സോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നാളെ എന്തായാലും ഒരു ട്രാവൽ അടിപൊളി വ്ളോഗ് വരുന്നതായിരിക്കും. സോ കീപ് വെയിറ്റിംഗ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വരുന്നവരെല്ലാവർക്കും ബൈ.